അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സ്നേഹമുള്ള വിശ്വാസികളെ, നല്ലവരായ സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാം പകർത്താം എന്ന ശീർഷകത്തിൽ ആലിയ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റബീ ക്യാമ്പയിൻ സദസ്സിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നിൽ അർപ്പിതമായ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബീവി ഖദീജയും തമ്മിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഏറെ സ്ഥാനവും ഏറെ മഹത്വവും നൽകി ആദരിച്ച മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതിന് ചില കാരണങ്ങളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നുബുവത്തിൻ്റെ കാലഘട്ടത്തിലും നബിയുടെ വളരെ പ്രധാനപ്പെട്ട എല്ലാ നിമിഷങ്ങളിലും ഖദീജ ഉമ്മയായിരുന്നു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലുമായി കൂടെ നിന്നത്. ആ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഖദീജ ഉമ്മ ഏറെ മഹത്വമുള്ളവരായി മാറുകയും വലിയ സ്ഥാനം അള്ളാഹു ആ മഹദിക്ക് നൽകി ആദരിക്കുകയും ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ മദദ് നമ്മളിൽ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതം ഏറെ പ്രസക്തമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖദീജ ബീബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈവാഹിക ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഏറെ പ്രശസ്തനായ അൽ-അമീൻ എന്ന വിശ്വവിഖ്യാതമായ നാമത്താൽ പ്രസിദ്ധമാകുന്ന ഒരു സാഹചര്യത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്ന ഹുവൈലിദിൻ്റെ മകളായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. വലിയ ധനമുള്ളവരായിരുന്നു, വലിയ കുലീനതയുള്ളവരായിരുന്നു, വലിയ തറവാടിത്ത മഹിമുള്ളവരായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആയതുകൊണ്ട് തന്നെ ആ ഖദീജ ബീവിയുടെ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ 2 വിവാഹത്തിൽ മക്കളുമുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം, ആ 2 വിവാഹത്തിലുമുള്ള ഭർത്താക്കന്മാർ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും പിന്നെയാണ് വിധവയായിക്കൊണ്ട് അവിടുന്ന് ജീവിക്കുമ്പോഴാണ് തൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനും തൻ്റെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു പുരുഷനെ കിട്ടുവാൻ വേണ്ടി മഹദി അവറുകൾ ഏറെ താല്പര്യപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ-അമീൻ എന്ന ആ പേരിനാൽ പ്രസിദ്ധമായിരുന്നത്. ആയതുകൊണ്ട് തന്നെ തൻ്റെ കച്ചവടമായി ഷാമിലേക്ക് പറഞ്ഞയക്കാൻ ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അടിമയാകുന്ന മൈസറത്തിനോടുകൂടെ വിടുകയാണ്. വിശാലമാണ് ഈ ചരിത്രം, വലിയ വിശാലമാണ്. ദീർഘമായി നമുക്ക് സംസാരിക്കാൻ സമയമില്ല. ഏതിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവടത്തിന് മൈസറത്തുമായി പോകുന്നു. എന്തൊന്നില്ലാത്ത ലാഭം അവിടുന്ന് കൈവരിക്കുന്നു. തിരിച്ച് കച്ചവട സാമഗ്രികളൊക്കെ വിറ്റുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് വന്ന് അവിടുന്ന് അന്നത്തെ ദിവസത്തെ ശമ്പളം മേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. അങ്ങനെ ആ യാത്രയിലുണ്ടായ സംഭവ വികാസങ്ങളെ മൈസറത്ത് എന്നവർ ഖദീജ ബീവിയോട് ഉണർത്തുകയും ആ സംഭവങ്ങളും ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ, ആ യാത്രയിലുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മഹദിയാകുന്ന ഖദീജ ബീവിക്ക് മനസ്സിലായി ഇതൊരു പ്രവാചകനാണ്. ഈ പ്രവാചകനുള്ള എല്ലാ ഗുണസവിശേഷതകളും ഈ പ്രവാചകരിൽ മുഹമ്മദിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ഖിദ്മത്ത് ചെയ്യാലോ, പ്രവാചകനൊന്ന് ഖിദ്മത്ത് ചെയ്യാലോ എന്ന ഒരു ഒറ്റ നിയ്യത്തോടു കൂടെയാണ് അവിടുന്ന് തൻ്റെ എളാപ്പയോട് കല്യാണം ആലോചിക്കാൻ പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബൂ താലിബും ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ കൂടി ഒരുമിച്ച് കൂടിക്കൊണ്ട് ആ കല്യാണം അവിടെ നടത്തുകയാണ്. അൽഹംദുലില്ലാ, അവിടെ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ എല്ലാ നിലക്കും എന്താണ് ഇത്രമേൽ മഹത്വം ഖദീജ ബീവിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണമാണ്. അവിടുന്ന് എല്ലാവരും നബിയെ ഒഴിവാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ചു. പലരും പറഞ്ഞു, ഈ ദരിദ്രനായ ഈ പ്രവാചകൻ എന്തിന് വിവാഹം കഴിക്കണം, എത്രയോ മക്കയിൽ എത്രയോ കോടീശ്വരന്മാരില്ലേ എന്ന് പലരും അബൂജഹലിനെ പോലെയുള്ള അബൂലഹബിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞപ്പോൾ മഹദിയാകുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അവരെ ഒരു സദ്യക്ക് വിളിക്കാണ്. സദ്യക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, ഈ എൻ്റെ എല്ലാ സമ്പത്തും ഞാനിതാ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവാകുന്ന അൽ അമീനാകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ് എന്ന് ഖദീജ റളിയല്ലാഹു അൻഹു പറയുകയും, അങ്ങനെ ഇനിയിപ്പോ ഞാനാണ് ഏറെ ദരിദ്രരും എൻ്റെ പ്രവാചകൻ ഏറ്റവും വലിയ ധനാഢ്യനായിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഖദീജ ബീവിയോട് എല്ലാ ഭാര്യമാർക്കും ചെറിയ അസൂയകൾ ഉണ്ടായിരുന്നു. ആയിഷ ഉമ്മാക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വേള പറഞ്ഞു, ഞാൻ ഖദീജ ഉമ്മയെ കണ്ടിട്ട് പോലുമില്ല ആയിഷ റളിയല്ലാഹു അൻഹ, പക്ഷേ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കുറിച്ച് ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയും. മാത്രമല്ല ആ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് അവിടുന്ന് ആടിനറുത്ത് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ആരുടെ പേരിൽ? മഹദിയാകുന്ന ഖദീജ ഉമ്മയുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി തമ്മിലും ഭയങ്കര മുഹബത്തായിരുന്നു. ഒരു തവണ പോലും പൊന്നാര നബിയോട് ഒരു ദേശത്തിന്റെ വാക്കോ ഒരു ദേശത്തിന്റെ നോട്ടമോ അവിടുന്ന് നോക്കിയിട്ടില്ല. അൽഹംദുലില്ലാ, എന്തൊരു മഹിതമായ ഒരു ജീവിത മാർഗരേഖയാണ് ഈ രണ്ട് മഹത്തുക്കളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയാകുന്ന ഖദീജ ഉമ്മയുടെയും ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത്. ആയതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രയാസപ്പെട്ട ഒരു സംഭവമാണല്ലോ നുബുവത്ത്. ആ നുബുവത്തിന്റെ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ അങ്ങ് അള്ളാഹു കൈയൊഴിയില്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ദിവ്യ സന്ദേശമാണ്, അങ്ങ് ഒരിക്കലും ബേജാറാകണ്ട എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുകയും അവിടുന്ന് സ്വാന്തനപ്പെടുത്തുകയും ചെയ്തു മഹദി. എന്നിട്ട് പറഞ്ഞു, ഇന്നക ലതസിലു റഹിം, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നവരാണ്, അങ്ങ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്, അതുകൊണ്ട് അങ്ങയെ ഒരിക്കലും അള്ളാഹു കൈയൊഴികയില്ല നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മഹദിയാണ് ആ മഹദിയാകുന്ന ഖദീജ ഉമ്മ. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങൾ 3 വർഷക്കാലം ഷേബ് അബൂ താലിബിൽ കഴിയുമ്പോഴും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായി തണലായി കൂടെ നിന്നു ഖദീജ ഉമ്മ. മാത്രമല്ല നുബുവത്തിന്റെ കാലഘട്ടത്തിലും നമുക്കറിയാമല്ലോ, ഏകദേശം 55 വയസ്സ് പ്രായമുള്ള ഖദീജ ഉമ്മ ജബൽ നൂർ എന്ന് പറയുന്ന ഹിറായിലേക്ക് കയറുന്നൊരു കയറ്റമുണ്ട്. ഇന്ന് നമുക്ക് പോലും ആരോഗ്യമുള്ളവർക്ക് പോലും കയറാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമാവുന്ന ഹിറ. ആ ഹിറയിലേക്ക് 55 വയസ്സുള്ള സഹോദരി പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഭക്ഷണവുമായിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്ന ഒരു സംഭവം മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, മഹദിയാകുന്ന ഖദീജ ഉമ്മ അങ്ങക്ക് ഭക്ഷണമായിട്ട് വരുന്നുണ്ട്, അങ്ങക്ക് വെള്ളമായിട്ട് വരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ സലാം പറയണേ നബിയെ ഖദീജ ഉമ്മയോട്. മാത്രമല്ല എൻ്റെ കൂടെ സലാം പറയുകയും മാത്രമല്ല ഖദീജ ഉമ്മക്ക് സ്വർഗത്തിൽ നല്ല ഒരു കൊട്ടാരം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ഉമ്മയോട് പറയണേ എന്ന് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന ഒരു സംഭവം സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയും ഒട്ടി നിൽക്കുകയും ചെയ്ത മഹദിയാണ് മഹദിയാകുന്ന ഖദീജ ഉമ്മ. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഖൈറുൻ നിസാ, ഏറ്റവും നല്ല നിസാകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവളായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് മഹദിയാവുന്ന ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹദി അത് ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒട്ടേറെ അനവധി ഹദീസുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹദി അവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജീവിതം അത് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അവരൊരിക്കലും അതൊരു പ്രണയ വിവാഹമല്ല, അതൊക്കെ രണ്ട് കൂട്ടക്കാരും 2 വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതൊരു അങ്ങനെ ഉണ്ടായ ഒരു കല്യാണമാണ്.
അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ഉമ്മയുടെയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെയൊക്കെ ആ മദദിലായി, ആ മഹദിയായ ഖദീജുമ്മയുടെ ആ മദദിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജുമ്മയോടുകൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ ആ കല്യാണത്തിൽ, നാളെ സ്വർഗ്ഗത്തിൽ നടക്കുന്ന കല്യാണത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.